ഇന്നലെ എൻ്റെ ഫ്ലാറ്റ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ് അവരെനിക്ക് അയച്ചു തന്നത് ഞാൻ കേൾപ്പിക്കാം. വീട്ടിൽ പ്രവർത്തിച്ച് പിന്നെ വേറൊരു ആരാ ഞാൻ ഇപ്പോൾ പറയില്ല. കോൺഗ്രസ്സുകാരുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ് തൃക്കാക്കര. എനിക്ക് തോന്നുന്നു ബി ജെ പി അല്ലെങ്കിൽ NDA അന്ന് എനിക്ക് തോന്നുന്നു 11,000 12,000 വോട്ടം കണ്ടേ പിടിച്ചുള്ളൂ. 13,000 എങ്ങനെ നമ്മൾ 55-ലേക്ക് എത്തി? ഉത്തരം വളരെ സിമ്പിളാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യൻ ഫാദർമാരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടോ? പിന്നെ മതേതരത്വം പറഞ്ഞിട്ട് വർഗീയ കക്ഷികളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് മതേതരത്വത്തിന് എന്താ പറയുക, കത്തിവെക്കുന്ന തുല്യമല്ലേ? ഒരു ക്രിസ്ത്യാനിക്ക് ഇന്നലകളിൽ BJPയോട് വിരുദ്ധത ഉണ്ടായതുകൊണ്ട് അവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അത് കോൺഗ്രസ് വോട്ടല്ല, BJPയോടുള്ള വിരോധം കോൺഗ്രസിന്റെ വോട്ടായി മാറി. BJPയോടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൂടി ഒരുമിച്ചായപ്പോൾ കോൺഗ്രസിന് വോട്ടായിട്ട് മാറി. അവന് ഈ വോട്ട് ഉറച്ചതാവണമെങ്കിൽ അവൻ കോൺഗ്രസിനെ തന്നെ സ്നേഹിക്കണം. അതിനവരുടെ പ്രവൃത്തികൾ നല്ലതാണ്. VD സതീശൻ്റെ ജാടയെ മാറ്റിട്ടൂടും കണ്ടാൽ ജനങ്ങൾ ചാണകം വെള്ളം കോരി ഒഴിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഞാൻ അവരോട് എന്താ പറഞ്ഞെന്നറിയാവോ? അവരെല്ലാം ഭയന്ന് ജീവിക്കുന്നവരാണ്. ഞാൻ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി ഞാൻ സംസാരിച്ചപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. എന്താ കാര്യം? പൈസ പിരിച്ചു വെച്ചിട്ട് പുട്ടടിച്ചുകൊണ്ടാണ്. ഇവർക്ക് മിണ്ടാൻ പറ്റുമോ? സർക്കാരിപ്പം കൊന്നു അല്ലെങ്കിലും 760 കോടി രൂപ കിട്ടിയിട്ടാണെങ്കിലും വീട് വെച്ച് കൊടുത്തപ്പോൾ കോൺഗ്രസ് തറക്കല്ലിടുകയേ ചെയ്തിട്ടുള്ളൂ. റോഡ് സൈഡിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് ചിലപ്പോൾ 20 ലക്ഷവും എന്തുകൊണ്ടായിരിക്കും അവിടെ 15 ലക്ഷവും വീടിന് 4 ലക്ഷം കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണക്കാരൻ്റെ കയ്യിൽ നേരിട്ട് കൊടുക്കുന്ന പണത്തിന് കമ്മീഷൻ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീടിന് 4 ലക്ഷവും റോഡ് സൈഡിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് 20 ലക്ഷവും കൊടുക്കുന്നതിൻ്റെ പിന്നിൽ തട്ടിപ്പാണ്. പല ആൾക്കാരെ നമ്മളെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയ സമയത്ത് എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അത്ഭുതം കേട്ടോ. ഇപ്പം എന്നെ എത്രയും പേര് ഞാൻ കോൺഗ്രസ്സുകാരനല്ലായിരുന്നോ? എനിക്കറിയാവുന്ന അഖിലേട്ടൻ കോൺഗ്രസ്സുകാരനാണ്. അവിടെ അതിന് വളം വെച്ച് കൊടുക്കുന്നത് ഇവിടുത്തെ SDPI പോപ്പുലർ പോലുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇപ്പോൾ CAയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മുസൽമാൻ ഒരു പ്രശ്നമുണ്ടായി എന്ന് കാണുന്ന സമയത്ത് മറ്റേവർ ഈ വിഷയത്തെ ആളിക്കത്തിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും മുസ്ലിം സമൂഹത്തിന് ഒന്നടങ്കം സംശയങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇതാണ് മുമ്പൊരിക്കലൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്. ഈ BJP രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തിനുള്ളിലെ വിഭാഗീയത കൂടിയെന്ന് പറയാൻ കാര്യം അത് BJP സൃഷ്ടിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. BJP ആണ് രാജ്യം ഭരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമാണ് എന്നിങ്ങനെ മുസ്ലിം സമൂഹത്തെ പഴയ ഗുജറാത്ത് കലാപം തൊട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി അങ്ങ് ഭയപ്പെടുത്തുകയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നൊരു ഭയമുണ്ടല്ലോ. ഇവരിപ്പോൾ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ ശരിയാണ്, പക്ഷെ നാളെ ഞങ്ങളെ നേരെ ഇങ്ങനെയൊക്കെ കാണിച്ചേക്കാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പോയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരുത്തിനോട് പറഞ്ഞാൽ എടാ ഇല്ല കുഴപ്പമൊന്നുമില്ല, BJP അങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞാലും നിമിഷം വിശ്വസിക്കുന്നു. ആത്യന്തികമായിട്ട് എങ്ങനെ വിശ്വസിക്കും? കാരണം ഐഡിയോളജി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിനെയും മുസൽമാനെയും കമ്മ്യൂണിസ്റ്റിനെയും ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നതാണ് RSSന്റെ ആത്യന്തിക ലക്ഷ്യം. എവിടെ എഴുതി വെച്ചേക്കുന്നത്? ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ളതല്ലേ, വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ 13 വർഷം കൊണ്ട് ഭരിക്കുന്നില്ല ഇവിടെ. ഒന്നും പ്രാക്ടിക്കലി ശ്രമം നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം ശ്രമങ്ങൾ അതിന്റെ ഭാഗമല്ലേ ഏക സിവിൽ കോഡ്? അതിന്റെ ഭാഗമായിട്ട് ഏക സിവിൽ കോഡിനെ എതിർക്കുന്ന ആളല്ല കേട്ടോ. ഏക സിവിൽ കോഡിനെ എതിർക്കുന്നില്ല. പക്ഷെ NRC CA മ്യാൻമാറിൽ ആരാ ഭരിക്കുന്നത്? മ്യാൻമാറില് സൂചി അല്ലേ, ആങ് സാൻ സൂചി എന്ന് പറയുന്നത് ആരാ? സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ പ്രധാന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന അവരുടെ മതം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ സമാധാന മതം ബുദ്ധമതം. അതായത് ബുദ്ധമതത്തിൽപ്പെട്ടവർ സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ നിന്നാണ് കുറച്ച് പേർ ഇങ്ങോട്ട് ഓടി വന്നത്. അപ്പോൾ അവിടെ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി കാണും. അവരാടെ ബുദ്ധന്മാർ ഒരാളെ ആട്ടിപ്പായിക്കണമെങ്കിൽ എപ്പോഴും യോഗയും ചെയ്ത് വളരെ പീസ്ഫുൾ മൈൻഡ് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു വിഭാഗം, അവർക്ക് തന്നെ പ്രാന്തെടുത്ത് അവർ ഇവന്മാരുടെ നടുപുറി കടിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്തെല്ലോ പ്രശ്നം ഇവർക്ക് മറ്റവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ. അതായത് പിന്നെ ഞാൻ പറഞ്ഞ ശിവനെ, ഈ പൊതുവെ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഈ ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങൾ. അല്ലെങ്കിൽ ഈവൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രദേശങ്ങളിലെ വിഷയങ്ങളിലേക്ക് നമ്മൾ വരുന്നാൽ നമുക്കിത് പരിഹരിക്കാം. ഇപ്പോൾ എൻ്റെ നാട്ടിലെ കോട്ടാത്തലയിലെ ഒരാത്തിന് ആപത്ത് പറ്റിയുമ്പം അവനെ ചിലപ്പോൾ എനിക്ക് സഹായിക്കാൻ പറ്റും. ആ സമയത്ത് ഞാൻ ചെക്കോസ്ലോവാക്യയിലും ഉക്രൈനിലും നടക്കുന്ന പ്രശ്നങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് കാര്യമില്ല. പക്ക ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് ഒരു സംശയലേശം, അതായത് നമ്പർ 1 A ക്ലാസ് മണ്ഡലം എന്ന് BJPക്കാർ പറയുന്ന പോലെ, BJPക്കാരുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന പോലെ കോൺഗ്രസ്സുകാരുടെ ഒരു A ക്ലാസ് മണ്ഡലമാണ് തൃക്കാക്കര. എങ്ങനെ നോക്കിയാലും ഒരു 15,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന, അതും പ്രത്യേകിച്ച് ഉമ്മച്ചേച്ചി നമ്മുടെ മുകളിൽ നിന്നൊക്കെ വീണ് ആകപ്പാടെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു
എന്താ പറയുക ഒരു സങ്കടം തോന്നിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ എല്ലാം അനുകൂലമായിട്ടിരിക്കുന്നു. ഒന്ന്, ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. രണ്ട്, ഉമ്മച്ചേച്ചിക്ക് ഉണ്ടായ ആക്സിഡൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹതാപം കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. പിന്നെ LDF നമ്മളോട് പരിഗണിക്കുന്നില്ല. LDF ഈ പറയുന്ന ജോസഫ് നിന്നിട്ടും ആകെ 40,000 വോട്ടാണ് പിടിക്കാൻ പറ്റിയത്. അതിൻ്റെ മുകളിലേക്കൊന്നും വോട്ട് അവർക്ക് ഇല്ലാതാനും. എനിക്ക് തോന്നുന്നു BJP അല്ലെങ്കിൽ NDA അന്ന് എനിക്ക് തോന്നുന്നു 11,000 12,000 വോട്ടം കണ്ടേ പിടിച്ചുള്ളൂ. 13,000 ആ ഒരു സിസ്റ്റം അത് 13,000 വോട്ടേ പിടിച്ചിട്ടുള്ളൂ. അവിടെ നിന്നും ഒരു 60,000 അല്ലെങ്കിൽ 50,000 മുകളിലേക്ക് ത്രികോണ മത്സരം നടന്നാൽ 55,000 മുകളിൽ പിടിക്കണം. എങ്ങനെയാണെങ്കിലും ത്രികോണമൊന്നുമില്ല. ഞാനും NDA തമ്മിൽ അറിയില്ല, NDAയും കോൺഗ്രസും തമ്മിലായിരിക്കും മത്സരം. എങ്ങനെ 13,000 എങ്ങനെ നമ്മൾ 55,000 എത്തിക്കും? അതായത് 40,000 വോട്ടിന്റെ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത്. വളരെ ചെറിയൊരു സംഖ്യ അല്ല അത്. ഉത്തരം വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ദിവസം ഒരു മാർക്സിസ്റ്റുകാരൻ പുള്ളി എന്നോട് പറഞ്ഞു, ഇത്തവണത്തെ എൻ്റെ കുടുംബത്തിൻ്റെ വോട്ട് അഖിലിനാണ്, അത് ഞങ്ങൾ ഇത്തവണ എടുത്തേക്കുന്നൊരു തീരുമാനമാണെന്ന് പറഞ്ഞു. C2-ൻ്റെ ഒരു സെക്രട്ടറി അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, ആ പയ്യന് ഞങ്ങൾ ഇത്തവണ ഒരു വോട്ട് കൊടുക്കും. ഇന്നലെ എൻ്റെ ഫ്ലാറ്റ് അസോസിയേഷൻ ഗ്രൂപ്പിൽ വന്ന ഒരു വോയിസ്, എൻ്റെ ഫ്ലാറ്റിൽ വന്നത് എൻ്റെ ഫ്ലാറ്റിൽ ചേർന്ന ചർച്ചയല്ല, വേറൊരു ഫ്ലാറ്റിലെ വോയിസിൻ്റെ ഫോർവേഡ് മെസ്സേജ് അവരെനിക്ക് അയച്ചു തന്നത്. ഞാൻ കേൾപ്പിക്കാം. 2,500 വോട്ട് വരുമോ? 2,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും അഖിൽ ചിലപ്പോൾ ജയിച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു തോന്നൽ ഒരേ സമയം ഒരുപാട് പേരുടെ മനസ്സിൽ തോന്നാം. അപ്പോൾ ഈ തോന്നൽ സത്യമായി മാറുന്ന ഒരു അന്തരീക്ഷം വരുമല്ലോ, അതായിരിക്കും മെയ് 4-ാം തീയതി. ഇനി 2, ഡൽഹി 15 വർഷം ഭരിച്ച കോൺഗ്രസിന് ഇപ്പോൾ എത്ര സീറ്റുണ്ട്? ഒന്നുമില്ല. ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഒരുപാട് കാലം ഭരിച്ച പാർട്ടിയല്ലായിരുന്നോ കോൺഗ്രസ്? അല്ല, കോൺഗ്രസ് അല്ല, CPM ആദ്യം കോൺഗ്രസ് 10-25 വർഷം ഭരിച്ചിട്ട് കോൺഗ്രസ് ആണല്ലോ ഇന്ത്യ മൊത്തം ഭരിച്ചോണ്ടിരുന്നത്. അതെ. അത് എന്തുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാതെ പോയത്? കാര്യം കോൺഗ്രസിന് എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ള കാര്യം കോൺഗ്രസിന് അറിയത്തില്ല. നമ്മൾ ജയിക്കുന്ന കാര്യം അറിയുമ്പോൾ മാത്രമേ നമുക്കത് നിലനിർത്താൻ പറ്റൂ. ഇടതുപക്ഷത്തിന് അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ വോട്ട് എവിടുന്നാണ് വരുന്നതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ബംഗാളിലും ത്രിപുരയിലും അറിയത്തില്ല. അത് അല്ല, അവർക്ക് എങ്ങും അറിയത്തില്ല. അപ്പോൾ കേരളത്തിൽ അറിയാതെ ഇപ്പോൾ പറഞ്ഞു ഇവർക്കൊക്കെ ഈ മതമസിന്റെ എതിരെ നിൽക്കുന്ന കുറച്ച് ടീമുണ്ട്. ഈ ടീം പ്രവർത്തിച്ച് പിന്നൊരു മറ്റേ NDA കംപ്ലീറ്റ് വോട്ടും പിന്നെ വേറൊരു വിങ്ങിന്റെ ഒരു വോട്ടുണ്ട്. ഞാൻ ആരാ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. ഇതെല്ലാം ഇയാൾക്ക് കിട്ടണേണ്ടല്ലോ. ഇയാൾ ചിലപ്പോൾ ഒരു 2,500-3,000 വോട്ടും ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടില്ല, ഉറപ്പല്ല. വലിയ പുരുഷല്ല, 2,000 to 3,000 വോട്ടിന്. ഇത് ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് എനിക്ക് അയച്ചു തന്നാണ്. അതാ ഞാൻ പറഞ്ഞൊരു നിശബ്ദ വിപ്ലവമായിരിക്കും. കാര്യം അങ്ങനത്തെ ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. അതേസമയം ഭയങ്കരമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ന് വൈകിട്ട് ഞാൻ ഒരു കോളനിയിൽ പോയി. ഒരു 100 സ്ക്വയർ ഫീറ്റോ 150 സ്ക്വയർ ഫീറ്റോ പോലും ഇല്ല. ഞാൻ എൻ്റെ വീഡിയോ എനിക്കൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ചാനലിൻ്റെ പേരെനിക്കറിയത്തില്ല. അവന്മാർ എന്നെ ഇങ്ങനെ കിടന്ന് വിളിച്ച്, നിനക്കറിയാലോ നീ എന്നെ എത്ര പ്രാവശ്യം വിളിക്കുമ്പോഴാണ് ഞാൻ പൊതുവേ ഷിബിനെ ഈ ഒരാളുടെയും പുറകെ പോകുന്നതല്ല. പലപ്പോഴും എൻ്റെ കണ്ടന്റുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴും നിനക്കറിയാം ഇന്റർവ്യൂ കാശ് കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ആരെയും അങ്ങനെ വിളിക്കാറൊന്നുമില്ല. നമ്മളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ കണ്ടന്റ് ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതിയിട്ടോ പലരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടും ഇവരിങ്ങനെ വന്ന സമയത്ത് ഞാൻ കോളനി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ വേറൊരു വീഡിയോ വേണ്ടി ഈ കോളനിക്കാരുടെ അവസ്ഥ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചു. 10ഓളം സ്ത്രീകൾ വളരെ ചെറിയ. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതിദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് ഈ അവസ്ഥയാണ് പിണറായി വിജയൻ കാണണം. അപ്പോൾ ഇങ്ങനെയുള്ള ജനത ഇവിടെ ഉണ്ട്. ഏറ്റവും വലിയ ടോപ്പ് എൻഡ് ഫ്ലാറ്റിൽ ചിലപ്പം 5 കോടിയുടെയും 8 കോടിയുടെയും ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ ഇവിടെ ഉള്ളപ്പോൾ ഈ 100 സ്ക്വയർ ഫീറ്റ് ഒരു ഷെഡിൽ കിടക്കുന്ന സാധാരണക്കാരനുള്ള മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. എനിക്ക് 2 വിഭാഗത്തെ ഉൾക്കൊള്ളാൻ പറ്റും. കാര്യം ഈ 2 സാഹചര്യത്തിൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഒരു കാലത്ത് ഈ ഷെഡിലെ ജീവിതത്തിൽ നിന്ന് ഫ്ലാറ്റിലെ ജീവിതത്തിലേക്ക് മാറിയപ്പോൾ 2 പേരുടെ അവസ്ഥ എനിക്കറിയാം. സൈക്കിൾ ഓടിച്ച് നടന്നവൻ്റെ അവസ്ഥ എനിക്കറിയാം. ആഡംബര വാഹനങ്ങൾ ഓടിച്ച് നടക്കുന്നവൻ്റെ ബുദ്ധിമുട്ടും അറിയാം. അപ്പം ഈ ജനവിഭാഗത്തെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റും. ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും ഒരാൾ കൊള്ളാമെന്ന് തോന്നാൻ വലിയ പ്രയാസമൊന്നും വേണ്ട. പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കുമ്പോൾ ഇപ്പോൾ ചടയമംഗലമൊക്കെ നമ്മൾ വലിയ ഭൂരിപക്ഷത്തിൽ തോക്കുന്ന സ്ഥലമാണ്. പുനലൂർ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ തോക്കുന്ന സ്ഥലമാണ്. ഇവിടെ പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുക. അപ്പോൾ ഈ വോട്ട് എങ്ങനെയാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്? അവിടെ ഒരു പക്ഷേ BJP ഇഷ്ടപ്പെടുന്നവൻ പോലും
പ്രേമചന്ദ്രന് ഒരു വോട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ വോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഉറച്ചതാണെന്നുള്ളതല്ല. നിങ്ങൾ നല്ലത് ചെയ്താൽ അത് നിങ്ങൾക്ക് ഉറച്ചതായിരിക്കും. നിങ്ങൾ നല്ല സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം നിലനിർത്താൻ പറ്റും. കോൺഗ്രസ്സിന് വലിയ പരാജയങ്ങളുണ്ടായത് സ്ഥാനാർത്ഥികളുടെ കൂടി പരാജയമായിരുന്നു. മികച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. ശരിയാണ്, ഒരു പരിധിവരെ അത് കറക്റ്റ്. അപ്പം മാത്യു കുഴൽനാടനൊക്കെ നേരത്തെ സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു കോൺഗ്രസ്. ഇപ്പം നമ്മളിപ്പം പിന്നെ BJP സംബന്ധിച്ച് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മതവും ജാതിയും ഭയങ്കര കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഉത്തരേന്ത്യയിലെ കാര്യം പറയും, എന്തുകൊണ്ടാണ് BJPക്ക് അവിടെ വളരാൻ പറ്റുന്നത്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും കൃത്യമായൊരു പഠനം മനസ്സിലാക്കിയിട്ടുണ്ടോ? മൂന്നാമതൊരു പ്രാദേശിക കക്ഷിയോ മൂന്നാമതൊരു സംസ്ഥാന പാർട്ടിയോ എവിടൊക്കെ സംസ്ഥാനങ്ങളിൽ വളർന്നു വന്നിട്ടുണ്ടോ അവിടെ എല്ലാം കോൺഗ്രസ് നശിച്ചുപോയി. തീർച്ചയായിട്ടും മൊത്തം സംസ്ഥാനം എടുത്തു. പഞ്ചാബ് ആണെങ്കിലും ഡൽഹിയിൽ ഏറ്റവും അവസാനം ആം ആദ്മി വന്നു, അവിടെ നശിച്ചത് കോൺഗ്രസ്, BJP അല്ല. ഉത്തർപ്രദേശിൽ SP വരുന്നു, BSP വരുന്നു. അതുവരെ 89 വരെ ഭരിച്ചുകൊണ്ടിരുന്ന VP സിംഗിന്റെ അധികാരം നഷ്ടപ്പെടുന്നു. അവിടെ പൂർണ്ണമായും കോൺഗ്രസ് പൊളിഞ്ഞു. വെസ്റ്റ് ബംഗാൾ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടിയിട്ട് കോൺഗ്രസ് പരിപൂർണ്ണമായും ഇല്ലാതെ അവിടെ പിന്നെ CPM-നെ അവരില്ലാതെ. അത് CPM-ന്റെ പാർട്ടി അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് തൃണമൂൽ കോൺഗ്രസിലോട്ട് മാറിയതാണ്. അങ്ങനെയാണ് തൃണമൂൽ ഉണ്ടാകുന്നത്. അതേ കണക്ക് CPM ഷിഫ്റ്റ് ചെയ്ത് BJP ആയതാണ് ത്രിപുരയിൽ സംഭവിച്ചത്. പക്ഷെ അവിടെ ഒരു കാലത്ത് 10-22 വർഷം ഭരിച്ച കോൺഗ്രസ് ത്രിപുരയിലും സീറോ ആയി മാറി. തമിഴ്നാട്ടിൽ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം വന്നപ്പോൾ 62 വരെ ഭരിച്ച കോൺഗ്രസ് പൂർണ്ണമായും ഇല്ലാതാവുകയും DMK ADMK ശക്തിപ്പെടുകയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലുള്ള സമയത്ത് സംസ്ഥാന ഭരണവും ഏതാണ്ട് 40 സീറ്റിലും 31 സീറ്റും അവിടുന്ന് കോൺഗ്രസ്. അത് ഇവരുടെ ഭാഗത്തുള്ള ജഗ്മോഹൻ റെഡ്ഡിനെ അന്ന് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം. അതേസമയം ഗുജറാത്തിൽ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം ഇല്ല. അതെ, ഗുജറാത്തിൽ മൂന്നാമത് ആം ആദ്മി ശ്രമിക്കുന്നുണ്ട്. ആം ആദ്മിക്ക് പക്ഷേ ഇടയ്ക്ക് പറ്റിയ പരാജയം കൊണ്ട് ഹരിയാനയിൽ ആം ആദ്മി കയറി വന്നു, പഞ്ചാബിൽ ആം ആദ്മി അധികാരത്തിൽ വന്നു. ഇവിടെ പൊളിഞ്ഞത് കോൺഗ്രസ്, അകാലിദൾ പൊളിഞ്ഞിട്ടില്ല. രാജസ്ഥാനിൽ മൂന്നാമതൊരു ആശയം സ്ട്രോങ് ആയിട്ട് വരുന്നില്ല, വന്നാൽ അവിടെയും പൊളി. മധ്യപ്രദേശിൽ വന്നിട്ടില്ല, വന്നാൽ അവിടെ. ഒഡീഷയിൽ ഉണ്ട്, പക്ഷേ കോൺഗ്രസ് അല്ല, തിരിച്ചു വരുന്നത് BJP ആണ്. അതെ. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മൂന്നാമതൊരു പൊളിറ്റിക്കൽ ആശയം കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പോകുന്നെങ്കിൽ, മൂന്നെന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ ഇവിടെ ഉള്ള സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു പൊളിറ്റിക്കൽ ആശയം വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നെങ്കിൽ അത് 2020 ആയിരിക്കും. ഒന്ന് 2020യുടെ ബേസ് വോട്ടെന്ന് പറയുന്നത് ഡെവലപ്മെന്റ്സ് പ്ലസ് ക്രിസ്ത്യൻ വോട്ടുകളാണ്. അതിപ്പോൾ കിട്ടുമോ? കാരണം NDAയിലായതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ. നിനക്ക് അറിയത്തില്ല, ഞാൻ ഇവിടുത്തെ പള്ളികൾ ഫാദേഴ്സ് ആൾക്കാരെ കണ്ടപ്പോഴും ക്രിസ്ത്യൻ മേഖലകളിലും ഒക്കെ അവർ ഇന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോൺഗ്രസിൻ്റെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പോലുള്ള സംഘടനകളോട് കോൺഗ്രസ് പോകുന്നതും മാനസികമായിട്ട് ക്രിസ്ത്യൻ സമൂഹം അവരിൽ നിന്ന് വലിയ രീതിയിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിഞ്ഞു വരുമ്പോഴത്തേക്ക് വൈകും കേട്ടോ. ഇവർക്ക് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് വൈകും. ഞാനീ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇപ്പം അല്ല, ഞാൻ ചോദിക്കുന്നത് ക്രിസ്ത്യൻ ഫാദർമാരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം കേട്ടോ? പിന്നെ പറഞ്ഞു എന്താ അല്ലാതെ അറിയണം. അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് മനസ്സിലാക്കണോ അത്? കാരണം മതേതരത്വം പറഞ്ഞിട്ട് വർഗീയ കക്ഷികളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് മതേതരത്വത്തിന് എന്താ പറയുക, കത്തി വെക്കുന്ന തുല്യമല്ലേ? ഇന്നൊരു പോസ്റ്റ് ഇട്ടു ഷിബിനെ, അതായത് ഈ SDP നമ്മളവിടുന്ന് സ്ഥാനാർത്ഥി പിൻവലിച്ചു മഞ്ചേശ്വരം. ഞാൻ ചോദിക്കട്ടെ, SDP അവിടെ മത്സരിച്ചാൽ കോൺഗ്രസിന് എന്താ രാഷ്ട്രീയമായിട്ട് ജയിക്കാൻ പ്രയാസം? എന്തിനാണെന്ന് നിങ്ങൾ പ്രഷർ ചെയ്ത് അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ പിൻവലിപ്പിക്കുന്നത്? അവരവിടെ മത്സരിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് ജയിക്കാം. ഞാൻ ഇന്നലത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഉമാ തോമസിനെ പരാജയപ്പെടുത്തുകയോ പുഷ്പദാസിനെ പരാജയപ്പെടുത്തുകയോ അല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് ജയിക്കാനാണ്. നിനക്ക് ക്ലാസ്സിൽ ഒന്നാമനാവാൻ പറ്റും, 30 മാർക്ക് 50 മേടിച്ചാൽ നീ ഫസ്റ്റ് കിട്ടും. എന്ത് വേണം? സെക്കൻഡ് വരുന്നത് 28 മേടിച്ചാൽ മതി, 29 മേടിച്ചാൽ മതി. നീ കൂടി ചെയ്യണം നമ്മൾ. അല്ലല്ല, നമ്മളുടെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവൻ നമ്മളെക്കാട്ടി താഴെ പോയാൽ മതി. 30 മേടിക്കുന്നവൻ ക്ലാസ്സിലെ ഫസ്റ്റ് ആവും. വേറൊരു ക്ലാസ്സിൽ 45 മേടിക്കുന്നവൻ ക്ലാസ്സിൽ ഫസ്റ്റ് അല്ല. കാര്യം എന്താ? 47 48 കിട്ടിയവൻ അവൻ്റെ ക്ലാസ്സിലുണ്ട്, വേറെ കിടക്കുക. അപ്പം ആ ക്ലാസ്സിൽ ഒരു കുട്ടിയെടുത്ത് നിനക്ക് എത്രാം സ്ഥാനമാടാ? എനിക്ക് ക്ലാസ്സിൽ 3-ാം സ്ഥാനമാണ് ചേട്ടാ. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആടാ. എത്ര? അവന് 30 മാർക്കേ ഉള്ളൂ. പക്ഷെ അവൻ്റെ കൂടെയുള്ളതെല്ലാം മണ്ടന്മാരാ. അപ്പം നമ്മൾ 50 മേടിക്കാൻ പഠിക്കണം. അപ്പം നമ്മൾ ഒപ്പം എത്താനേ ഒരുത്തിന് പറ്റൂ. പിന്നെ നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒപ്പം എത്താനേ പറ്റൂ. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലല്ല, എവിടെയാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് ആവാൻ പഠിക്കണം. ഇപ്പം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ എന്ന് നമ്മൾ പറയുന്നത് പിഴവുകളില്ലാതെ റൺസ് എടുക്കുന്ന ബാറ്റ്സ്മാനെയാണ്. പിഴവുകൾ സംഭവിച്ചാൽ അവനത് നാളെ നിലനിർത്താൻ പറ്റത്തില്ല. കാര്യം നാളെയും ഈ മണ്ടം ബാളുവൻ എറിയണം, നാളെയും ആ മണ്ടം ഫീൽഡറെ ക്യാച്ച് കളയണം.
എങ്കിലേ അവനത് തുടരാൻ പറ്റൂ. അതെ, അതെ. അതേസമയം പിഴവുകളില്ലാതെ കളിച്ചാൽ അവനത് സക്സസ് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. Consistency. അവിടെയാണ് കോൺഗ്രസ് ഇത്രയും പരാജയപ്പെട്ടത്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോഴും അറിയത്തില്ല ഞങ്ങളുടെ വോട്ട് അവിടെ കിടക്കുകയാണെന്ന്. ഈ വോട്ട് എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്? പരമ്പരാഗത കോൺഗ്രസ് വോട്ടേഴ്സ് പ്ലസ് ഭരണവിരുദ്ധ വികാരം, ഇടതുപക്ഷ വിരുദ്ധ വികാരം, അല്ലെങ്കിൽ MLA വിരുദ്ധ വികാരം, BJP വിരുദ്ധ വികാരം. അതായത് നിന്നെ ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ മറ്റൊരാൾ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയുള്ളൂ. പക്ഷേ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്താൽ അത് നിലനിൽക്കും. BJPക്ക് ഇന്ത്യയിൽ കിട്ടുന്ന വോട്ട് BJPയോടും നരേന്ദ്രമോദിയോടും ആൾക്കാരുടെ ഇഷ്ടമാണ്. അത് നിലനിർത്തി കൊണ്ടുപോകാനും അത് കൂട്ടാനും BJP ശ്രമിക്കുമ്പോൾ ഈ നിലവിൽ കിട്ടുന്ന വോട്ട് BJP വിരുദ്ധരുടെ വോട്ടാണ്. BJP വിരുദ്ധർ BJPയെ സ്നേഹിച്ചാൽ പിന്നെ കോൺഗ്രസിന് എങ്ങനെ വോട്ട് കിട്ടും? ചോദ്യം കിടക്കാതെ. ഒരു ക്രിസ്ത്യാനിക്ക് ഇന്നലകളിൽ BJPയോട് വിരുദ്ധത ഉണ്ടായതുകൊണ്ട് അവൻ കോൺഗ്രസിന് വോട്ട് ചെയ്തു. അത് കോൺഗ്രസ് വോട്ടല്ല, BJPയോടുള്ള വിരോധം കോൺഗ്രസിൻ്റെ വോട്ടായി മാറി. BJPയോടും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കൂടി ഒരുമിച്ചായപ്പോൾ അത് കോൺഗ്രസിനായി വോട്ടായിട്ട് മാറി. അവന് ഈ വോട്ട് ഉറച്ചതാവണമെങ്കിൽ അവൻ കോൺഗ്രസിനെ തന്നെ സ്നേഹിക്കണം. അതിനവരുടെ പ്രവൃത്തികൾ നല്ലതാവണം. അവിടെയാണ് ഇവർ പരാജയപ്പെട്ടു പോയത്. നമ്മളിതൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതിനേക്കാൾ ഉപരി ജനത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ വികസനത്തെക്കുറിച്ച് പറയും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാൾ വന്നിട്ട് പ്രസംഗിക്കുകയാണ്, ഉമ്മൻചാണ്ടി വികസന പെരുമഴ ഇവിടെ സൃഷ്ടിച്ചു, കൊച്ചിയിൽ ഞങ്ങൾ മെട്രോ കൊണ്ടുവന്നു, വിഴിഞ്ഞത്ത് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലേ നെടുമ്പാശ്ശേരി വിമാനം, ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കും. ഇത് ആരോടാണ് പ്രസംഗിക്കുന്നതെന്നുള്ള ബോധമാണ് നമുക്ക് ആദ്യം വരേണ്ടത്. ആരോടായിരിക്കും ഇവർ വന്ന് പ്രസംഗിക്കുന്നത്? വൈകുന്നേരം വരെ പാറമടയെ പണിയെടുത്ത് അവിടെ വന്നിരിക്കുന്ന ഒരു സാധാരണക്കാരൻ, കശുവണ്ടി തൊഴിലാളികൾ, 3 ചിലപ്പം ഒരു ബാറിലെ ജീവനക്കാരൻ. ഇവന് 3 പേർക്ക് ഇന്ന് പണിയില്ല. കാര്യം ബാർ അടച്ചു കൂട്ടി. ഇവൻ കോൺഗ്രസ്സുകാരനാ, പക്ഷേ ഇവൻ്റെ ജോലി കളഞ്ഞത് സർക്കാരാ, കോൺഗ്രസ് സർക്കാരാ. 2 കശുവണ്ടി മേഖല നശിച്ചില്ലാതായി. കാലാനുസൃതമായി സംഭവിച്ച മാറ്റമാണ്. ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്നും മറ്റിടത്തുനിന്നും മെഷീൻസ് വരികയും ആഫ്രിക്കയിലെ തോട്ടണ്ടി മറ്റുള്ളവർക്ക് സംസ്കരിക്കാൻ പഠിച്ചതോട് കൂടിയിട്ട് കൊല്ലത്തേക്ക് വന്ന കശുവണ്ടികളുടെ സംസ്കരണം സ്വാഭാവികമായിട്ടും മെയിൻ ഏരിയ ആയിരുന്നല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് എക്സ്പോർട്ടേഴ്സ് കൊല്ലത്തുള്ള മുതലാളിമാരും നശിച്ചുപോയി. ഒരു കാലത്ത് കൊല്ലത്തെ ഒരു വൻകിട മുതലാളിക്ക് 100-150 കോടിയുടെ കടം കയറി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇന്ന് ഒരു കാലത്തെ 25-30 കോടിയുടെ വീടുകൾ വെച്ചവർ ഇന്ന് പൊളിഞ്ഞുപോയി. പക്ഷെ ഞാൻ പറഞ്ഞത് അവനോടാണ് ഞങ്ങൾ ഈ വികസനം സൃഷ്ടിച്ചെന്നൊക്കെ പറയാൻ നിൽക്കുന്നത്. അവൻ താഴെ ഇരുന്ന് പറയുന്നത് എന്താ പറയുമോ, ഇയാൾ അവിടെ വിഴിഞ്ഞത്ത് തുറമുഖം കൊണ്ടുവന്നിട്ട് എനിക്ക് കാര്യമില്ല, എനിക്ക് ബാറ് തുറന്നു കളയുന്ന ഇപ്പം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജനത്തെയും കൂടെ മനസ്സിലാക്കണം. വികസനം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുള്ള വികസനം. ഞാൻ തൃക്കാക്കരയിലെ ഒരു വാഗ്ദാനങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എന്താണ് ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ആവശ്യം? ഓരോ പ്രദേശത്തെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പ്രദേശത്ത് റോഡിൻ്റെ ഇന്ന് അഗ്രേട്ടൻ പറഞ്ഞല്ലോ, അഗ്രേട്ടൻ ഒരു കോളനി പോയി കണ്ടു, വളരെ സങ്കടം തോന്നുന്ന കാര്യം. അവിടെ അഗ്രേട്ടൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അവരോട് എന്താ പറഞ്ഞെന്നറിയോ, അവരെല്ലാം ഭയന്ന് ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിലൊക്കെ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഇത് തുറന്നു പറഞ്ഞാൽ ഞങ്ങളെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നുള്ള ഒരു ഭയം ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ഭയം ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ആരും മിണ്ടണ്ട, നിങ്ങൾക്കായി മിണ്ടാൻ ഞാനുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ സഹോദരനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. 2, എന്ത് ചെയ്തു തരാം എന്ന് ഞാൻ പറയുന്നില്ല, പ്രാവർത്തികമാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിപ്പം വീട് വെച്ച് കൊടുക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സർക്കാരിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് പേരോട് സംസാരിച്ചാൽ പോലും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞാനിത് പറയുമ്പം പലരും പറയും വയനാട്ടിലെ വീടിൻ്റെ കാര്യം പറയും. ഈ വയനാടിൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ പല ഇൻ്റർവ്യൂകളും ആവർത്തിച്ചതാണ്. ഇനി ഷെബിനായതുകൊണ്ട് കൂടുതൽ പേര് നിന്നിലൂടെ കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ എന്ന് പറഞ്ഞ റിയാലിറ്റിക്ക് വേണ്ടി ഞാനിത് പറയുന്നതാണ്. നമ്മൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ ഓഫർ സ്വീകരിക്കേണ്ടത് സർക്കാരാണ്. കേരളത്തിലെ ഓരോ മനുഷ്യനും ഇപ്പം പണം കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇവർ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ പണം കൊടുത്തു കേട്ടോ, 1 ലക്ഷം രൂപ ഞാൻ സഹായം കൊടുത്ത ആളാണ്. പണം മാത്രം സർക്കാർ സ്വീകരിക്കും, വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ഓഫർ സർക്കാരിന് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെന്താ കാര്യം? സർക്കാർ നേരിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ സർക്കാരിന് മോട്ടിക്കാൻ പറ്റൂ. ലൈഫ് മിഷൻ നമ്മൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന തുക 4 ലക്ഷം രൂപയാണ്. റോഡ് സൈഡിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് ചിലപ്പോൾ 20 ലക്ഷവും 15 മുതൽ 15-25 ലക്ഷം കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ സൈക്കിളാണ്ട വേറും ഇരിക്കാൻ പോലും പറ്റാത്ത മറ്റൊരു ഇന്റർവ്യൂവിൽ കമ്പിക്കകത്ത് കയറി. അപ്പോൾ അതൊക്കെ ഭയങ്കര അക്രമമാണ്. ഇത് എന്തുകൊണ്ടായിരിക്കും അവിടെ 15 ലക്ഷവും വീടിന് 4 ലക്ഷം കൊടുക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ആ 15 ലക്ഷം കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ്
പ്രോജക്റ്റ് പാസ്സാക്കുന്ന ഒരു കോൺട്രാക്ടർ വഴിയായിരിക്കും. അതെ, തീർച്ചയായിട്ടും കമ്മീഷൻ തന്നെ പോകും. അപ്പോൾ ഒരു കമ്മീഷൻ 20%, വഴി ഈ 15 ലക്ഷത്തിന്റെ സാധനം കമ്മീഷൻ പാർട്ടിയുടെ കൈ കിട്ടും, അല്ലെങ്കിൽ പാസ്സാക്കി കൊടുക്കുന്ന വഴി പാർട്ടിക്ക് നേരിട്ട് തീർച്ചയായിട്ടും കിട്ടും. 4 ലക്ഷം വീട്ടുകാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്, പിന്നെ അത് കമ്മീഷൻ ചോദിക്കാൻ പറ്റും? ഒന്നും നടക്കാല്ല. സാധാരണക്കാരന്റെ കയ്യിൽ നേരിട്ട് കൊടുക്കുന്ന പണത്തിന് കമ്മീഷൻ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു വീടിന് 4 ലക്ഷവും റോഡ് സൈഡിൽ കാണുന്ന ഒരു വെയിറ്റിംഗ് ഷെഡിന് 20 ലക്ഷവും കൊടുക്കുന്നതിന്റെ പിന്നിൽ തട്ടിപ്പാണ്. അവിടെയാണ് 2020 മാതൃക. എന്തുകൊണ്ടാണ് ഈ കിഴക്കമ്പലത്ത് അത്ഭുതം തീർത്തത്? അവർക്ക് അഴിമതിയില്ല. കിറ്റക്സ് സാബുവിന് എന്തിനാണ് ഇതിന് ഈ പഞ്ചായത്തിന്റെ പൈസ? അപ്പം അഴിമതി ഇവൻ എനിക്കൊന്ന് അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിൽ കുറേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ BJP ഇൻഫ്രാസ്ട്രക്ചർ ഇത്രയും മനോഹരമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിൽ BJP മറ്റാരെക്കാട്ടി മുന്നിൽ നിൽക്കുന്നതിന്റെ മെയിൻ റീസൺ അഴിമതി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഈ വ്യത്യാസം BJP അഴിമതി മുക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനല്ല, അഴിമതി നമ്മൾ എന്തായാലും നാളിതുവരെ ഇനിയിപ്പം ഒരാൾക്കെതിരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പം ഞാനൊക്കെ എനിക്കറിയാവുന്ന, ഇപ്പം ഞാൻ ഇപ്പോഴാണല്ലോ ഇന്ത്യയുടെ ഭാഗമാണ്, ഞാൻ BJP അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായി മാറുന്ന അഖിലിന് ഇതിനു മുൻപും BJP നേതാക്കന്മാരായിട്ട് വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം സുരേഷ് ഗോപിയായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്. ഒരുപാട് തലപ്പത്തിരിക്കുന്ന മറ്റു പലരെയൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പം ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇങ്ങനൊരു പ്രോജക്റ്റും കൊണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. പണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരുപാട് ആൾക്കാർ AK ആന്റണി മാത്രമേ ഉള്ളായിരുന്നു കതറട്ട കക്ഷികളെ പുള്ളിയുടെ ഓഫീസിൽ കയറ്റത്തില്ല. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞറിയാം. കാര്യം കയറിയ കുഴപ്പമോ, ഏതെങ്കിലും മിലിറ്ററി ഓഫീസർമാരായിട്ട് കമ്പനി അടിച്ചിട്ട് വല്ലതും കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അദ്ദേഹം അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ മറ്റു പലരും ഇതെല്ലാം വിൽക്കുകയായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മീറ്റർ ഗേജ് പാത ഇത് വരുന്നത്, മാറ്റുന്നത്, മീറ്റർ ഗേജ് മാറ്റുന്നത്. എടാ, ഈ പുനലൂർ മുതൽ കൊല്ലം വരെയുള്ള ദൂരം ഒരു 44 കിലോമീറ്റർ. പറയത്തക്ക പാലങ്ങളോ വലിയ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല. ഇത് റെയിൽ ഇളക്കി കളയണം, പുതിയത് മെറ്റിലിടണം, ബലപ്പിക്കണം, ഇത് ഓടിക്കണം, ട്രെയിൻ ഓടിക്കാൻ മതി. ഇതിന് എനിക്ക് തോന്നുന്നു 2007 മുതൽ 2014 വരെ 7-8 വർഷം എടുത്ത്. 2006 സ്റ്റാർട്ട് ചെയ്തു, 2014 8 വർഷം കൊണ്ടാണ് ഈ 47 കിലോമീറ്റർ. അത് കഴിഞ്ഞ് മോദി അധികാരത്തിൽ വന്നല്ലോ. പുനലൂർ മുതൽ ചെങ്കോട്ട വരെ കാടിനുള്ളിലൂടെയാണ്. പിന്നെ തെന്മല, കണ്ടറപ്പാലമുണ്ട്, തുരങ്കമുണ്ട്. ഇത്രയും പണിയെടുത്ത് ഒരുപാട് സമയം എടുക്കേണ്ട. കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ കണക്ക് വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇരട്ടി വർഷം കൊണ്ട് തീർക്കണം. തീർച്ചയായിട്ടും 2.5 വർഷം കൊണ്ട് തീർന്നു. അതാണ് ഈ നമ്മൾ ഈ നാഷണൽ ഹൈവേ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മോദി വികസനത്തിന്റെ കാര്യത്തിൽ പുറകോട്ടൊന്നുമല്ല, പക്കയാണ്. ഞാൻ ആകെ ഇവരെ കുറച്ചെങ്കിലും വിമർശിച്ചിട്ടുള്ളത്, അത് പിന്നെ എനിക്ക് വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. അതെന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഹിന്ദുത്വ ദേശീയ ബോധം തന്നെയാണ്. അതാണ് പ്രശ്നം. ആ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയ കാലം മുതൽ ഇന്നും പറയുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ കുറ്റം പറയുന്നതിൻ്റെ കാര്യം എന്താ, അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും വേറൊന്നായതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ മതേതരത്വം പറഞ്ഞോ, പക്ഷെ ഇപ്പം നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം കുറച്ച് മുമ്പ് സംസാരിച്ചു. മതേതരത്വം പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടരുത്. 86-ൽ രാജീവ് ഗാന്ധിയാണ് ബാബറി മസ്ജിദ് ആദ്യം തുറന്നു കൊടുക്കാൻ പറയുന്നത്. തീർച്ചയായിട്ടും 89-ൽ ശിലാന്യാസം നടത്തിയത് രാജീവ് ഗാന്ധിയാണ്. അത് ശരിയാണ്. ഇവിടെ ഇപ്പം നമ്മളെ നരേന്ദ്രമോദി തുറന്നു തന്ന രാമക്ഷേത്രത്തിൽ പൂജ ചെയ്തതിൻ്റെ പേരിൽ കുറേ വിമർശനങ്ങൾ വരുമ്പോൾ അന്ന് ശിലാന്യാസം ചെയ്യാൻ വേണ്ടി രാജീവ് ഗാന്ധിയാണ് സമ്മതിക്കുന്നത്. തീർച്ചയായിട്ടും അതേ രാജീവ് ഗാന്ധി ഷബാനു കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നമാവുകയും ചെയ്തു. പിന്നെ മുസ്ലിം സമൂഹത്തിനൊപ്പം നിന്നുകൊണ്ട് സുപ്രീം കോടതി നിയമത്തെ തിരുത്താനും കൂട്ടുന്നു. അതായത് അതുകൊണ്ടാണ് തോന്നുന്നു 90-ിലോ പരാജയപ്പെടുക. 89-ലായിരുന്നു 90-ലായിരുന്നു പരാജയപ്പെട്ടത്. അല്ല, അത് പരാജയപ്പെട്ടിട്ടില്ല. രാജീവ് ഗാന്ധി പരാജയപ്പെട്ടു. അല്ല, 80 സീറ്റിലേക്ക് വന്നു. 2 സീറ്റിൽ നിന്ന് 404 അത് ഇന്ദിരാഗാന്ധിയുടെ മരണം. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന്റെ ഈ ഷബാനു കേസിന് ശേഷമല്ലേ BJP 80 സീറ്റിലേക്ക് വരുന്നത്. 84-ൽ രാജീവ് ഗാന്ധി അധികാരത്തിൽ വരുമ്പോൾ 404 സീറ്റ്. അതിനുശേഷം എണ്ണം കുറഞ്ഞു. അല്ല, BJP 2-ൽ നിന്ന് 80-ലേക്ക് വരുന്ന ഈ ഷബാനു കേസും കൂടി ബന്ധപ്പെട്ടാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ജനകീയ മറ്റേ മുന്നണി ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അല്ല, അതായത് ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഓക്കെ, മുസ്ലിം സമൂഹത്തിന് വേണ്ടതും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു ആവശ്യവും തിരിച്ചറിഞ്ഞ ഒരു ബാലൻസിങ് നടത്തി. ഇവിടെ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഷെബിൻ മനസ്സിലാക്കണം, പല ആൾക്കാരും നമ്മളെ കോൺഗ്രസ്സുകാരനാക്കി മാറ്റിയ സമയത്തും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊരു അത്ഭുതം കേട്ടോ. ഇപ്പം എന്നെ എത്രയും പേര് ഞാൻ കോൺഗ്രസ്സുകാരനല്ലായിരുന്നോ? അല്ല, അതായത് അത് ഇപ്പം കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. കാര്യം ഞാൻ 3 വർഷം കേട്ടത് സംഗീതമുള്ള വിളിയാണ്. ഇറങ്ങി ഈ അടുത്ത സമയം വരെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എന്നെ സംഗീതമാണ് ആൾക്കാരെ വിളിച്ചോണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഇതേ ആൾക്കാർ പറയുമോ ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നത്.
അതിന്റെ ലോജിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ നിലപാടിൽ ഒരു മാറ്റമില്ലല്ലോ. പഴയ സംഖ്യയായ അല്ല, എനിക്കറിയാവുന്ന അഖിലേട്ടൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഒരു BJP കാരൻ എന്ന നിലയിലല്ല. അതായത് നമ്മൾ പേഴ്സണലി സംസാരിക്കും പോലും കോൺഗ്രസിനെ ഇഷ്ടപ്പെട്ട് കോൺഗ്രസിനോട് അനുകൂലമായിട്ടുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലായിരുന്നു. പെട്ടെന്ന് ഞാൻ ജന്മത്ത് വിചാരിക്കുന്നില്ല. അതുകൊണ്ടല്ല ഞാൻ എന്താ അഖിലേട്ടൻ NDA മുന്നണിയാണ്, പ്രത്യേകിച്ച് NDA മുന്നണി ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല അഖിലേട്ടൻ പോകുന്ന ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ 2020 ആയതുകൊണ്ട് പിന്നെയും നമുക്ക് ഇച്ചിരി ഒരു സമാധാനം, 2020 അല്ലേ NDAയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്കായെന്നുള്ളൂ. പക്ഷേ ഇത് ഞാൻ ഒരു സത്യം പറയാം കേട്ടോ, 3 വർഷങ്ങൾക്ക് മുമ്പേ 2020 സംസ്ഥാന വ്യാപകമായി നിന്നിരുന്നൊരു പാർട്ടിയായിരുന്നെങ്കിൽ ഞാൻ 100% അന്നേ 2020 ചേർന്നേനെ. എൻ്റെ സിനിമ നീ കണ്ടിട്ടുണ്ടോ, ഒരു താത്വിക അവലോകനം? ഞാൻ കുറച്ച് ഫുള്ളായിട്ട് കണ്ടു നോക്കിക്കോളൂ. എന്താണോ 2020 പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് തന്നെ, അതായത് ആ സിനിമ തന്നെ പറയുന്നത് ജോജു എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ തകർന്നു പോയ ഒരു വ്യക്തിയുടെ കഥാപാത്രമാണ്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ്സിൽ തന്നെ നശിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിക്കാരോട് അയാൾ നടത്തുന്ന ഒരു പോരാട്ടമാണ് ഈ സിനിമയിൽ പറയുന്നത്. ക്ലൈമാക്സിൽ അയാൾ സ്വതന്ത്രനായി ഈ 3 പാർട്ടിക്കെതിരെ, നമ്മളത് 3 പാർട്ടിയും കാണിച്ചിട്ടുണ്ട്, 3 പാർട്ടിക്കെതിരെ മത്സരിക്കുകയാണ്. അതായത് ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വതന്ത്ര പൊളിറ്റിക്കൽ തോട്ട്സ് ആണ് ഞാൻ എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നത്. അതിനെനിക്ക് എപ്പോഴും ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ആം ആദ്മി പാർട്ടി ആയിരുന്നു, അല്ലെങ്കിൽ 2020 ആയിരുന്നു. കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനവും പ്രകടനവും ഒക്കെ വളരെ ശോചനീയമായതുകൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു അവരുടെ ഒരു രാഷ്ട്രീയ ആശയത്തോട് ചേർന്ന് നിൽക്കാൻ. തീർച്ചയായിട്ടും. അതിനുശേഷം ഞാൻ സാബു സാറിനെ അന്ന് എൻ്റെ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്, സാറേ എൻ്റെ സിനിമയൊന്ന് കാണണം, കിറ്റക്സിൽ ആൾക്കാരത്തേക്ക് ഒന്ന് കാണാൻ പറയണം, കാര്യം നിങ്ങൾക്കൊക്കെ സപ്പോർട്ട്, കാര്യം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരല്ലേ ഇതിനെ തള്ളി പറയും, സാറിൻ്റെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും അന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഞാൻ ഫെബ്രുവരി 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കുന്നത് 2020 ചേരാൻ വേണ്ടി. ഏതാണ്ട് ഒരു അത് നമുക്കൊന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ജനങ്ങളൊന്നും അറിയണമല്ലോ. അതായത് എനിക്കറിയാവുന്ന അഖിലേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന അഖിലേട്ടൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കാരനേക്കാൾ ഞാൻ പറയുന്നത് കോൺഗ്രസ് അനുഭാവിയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ്. കോൺഗ്രസ് അനുഭാവി എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ടാഗ്ലൈൻ എന്താ, പ്രതിപക്ഷ സ്വരമായിട്ടാണ് ഇരിക്കുന്നത്. പൗരൻ എന്നാണ് ഞാൻ കൊടുത്തത്, ബിഗ് ബോസ് വിജയ് ഇതൊന്നും ഞാൻ ഫേസ്ബുക്കിലല്ല. അപ്പോൾ നമ്മളൊരു പൗരൻ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. ഏതാ ഇപ്പോഴൊന്നും അല്ല, പിന്നെ തീർച്ചയായിട്ടും എത്രയോ കാലങ്ങളാണ് ഞാനൊരു എൻ്റെ രാഷ്ട്രീയം എപ്പോഴും കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ 10 വർഷം കൊണ്ട് ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞാൽ ഈ പാർട്ടി മാറി വരേണ്ടതായിരുന്നു. അപ്പോൾ ഇത് മാറി വന്നില്ലല്ലോ, ഇത് വീണ്ടും തുടരുകയല്ലേ. അപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലപ്പോഴും ജനകീയ വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഇവർ ഒരുപാട് പിന്നോട്ട് പോവുകയാണ്. ഇവർക്ക് ജനത്തെ മനസ്സിലാവുന്നില്ല, ഏത് വിഷയത്തിലാണ് ജനം ഇവർക്കൊപ്പം നിൽക്കുന്നതെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. കാര്യം എന്താണെന്നറിയാവോ, ഇവരുടെ കള്ളത്തരത്തിനും കുറവൊന്നുമല്ല. ഞാൻ ഈ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് അതിശക്തമായി ഞാൻ സംസാരിച്ചപ്പോഴും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും ഇല്ല. എന്താ കാര്യം, പൈസ പിരിച്ചു വെച്ചിട്ട് പുട്ടടിച്ചുകൊണ്ടാണ്. പിന്നെ ഇവർക്ക് മിണ്ടാൻ പറ്റുമോ? ഇവരും പൈസ പിരിച്ചു, ഇവരൊന്നും ചെയ്തു കൊടുത്തില്ല. സർക്കാർ ഇപ്പം ഒന്നും അല്ലെങ്കിലും 760 കോടി രൂപ കിട്ടിയിട്ടാണെങ്കിലും വീട് വെച്ച് കൊടുത്തപ്പോൾ കോൺഗ്രസ് തറക്കല്ലിടുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിപ്പോൾ അവർക്ക് എങ്ങനെ മിണ്ടാൻ പറ്റും? അപ്പം ഇങ്ങനെ ഇതുപോലെ ജനകീയമായി ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വിഷയങ്ങളിൽ ഇവർ പലപ്പോഴും പ്രതികരിക്കുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഒരിക്കലും VD സതീശനെ, കുറേ ആൾക്കാരൊക്കെ പറയുന്നത് കണ്ടു, ഞാൻ സീറ്റ് കിട്ടാതായപ്പം VD സതീശൻ, ഇത് ഞാൻ 1.5 വർഷം മുമ്പ് പറഞ്ഞതാണ്. VD സതീശൻ്റെ ജാടയും ആറ്റിറ്റ്യൂഡും കണ്ടാൽ ഇന്ന രീതിയിൽ ജനങ്ങൾ ചാണകം വെള്ളം കോരി ഒഴിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഈ ഇൻ്റർവ്യൂ അദ്ദേഹം കേൾക്കുകയും കേട്ടതിന് ശേഷം അദ്ദേഹം എന്നെ വിളിക്കുകയും, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, കഴിഞ്ഞ ഒരു 1.5 വർഷത്തെ VD സതീശൻ വേറൊരു VD സതീശനാണ്. പ്രതിപക്ഷ നേതാവായി തുടങ്ങിയ സമയത്തുള്ള ഒരു VD സതീശനല്ല കഴിഞ്ഞ. അയാളെല്ലാം മാറി ജനങ്ങൾക്കിടയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു. അപ്പം നമ്മൾ വിമർശനം ഉന്നയിക്കുന്നത് ഈ നേതാക്കന്മാർ തിരുത്താനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ പലതും കോൺഗ്രസിന് അനുകൂലമായിരുന്നു. അപ്പം നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും ഒരു സെലിബ്രിറ്റിയായ അഖിൽ മാരാർ കോൺഗ്രസിനൊപ്പം നിന്ന് സംസാരിക്കുന്നു എന്ന സംഭവം വന്നപ്പോൾ ഇവരുടെ വേദികളിലും ഇവരുടെ പരിപാടികളിലും എല്ലാം വിളിച്ചു. അങ്ങനെ നമ്മളങ്ങനെ എല്ലാ പ്രോഗ്രാമുകളിലും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20ഓളം പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ക്യാഷ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രീ ആയിട്ട് ഒരിടത്ത് പോകും. എനിക്കറിയാലോ. അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ, വെറുതെ ഒരിടത്ത് ചെന്നിരുന്നാൽ വിലയില്ലാത്ത. അത് കറക്റ്റ്. എനിക്ക് എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ, രാഷ്ട്രീയ പരിപാടിയാണ്, അപ്പോൾ അതിന് നമ്മളൊരു വേറൊരു പരിപാടിക്ക് പോകുന്നത് പോലെ മേടിക്കത്തില്ല, മാന്യമായ. അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാശ് മേടിച്ചിട്ട് പോകുന്നത് എങ്ങനെ പാർട്ടിക്കാരനാവുന്നത്, ഇത് മാത്രം ചിന്തിച്ചാൽ ടോപ്പിക്ക് പോയി അവിടുത്തെ ആ വിഷയം മാറി. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇസ്രായേൽ ഒരുമിച്ച് ചേർന്ന് ഇറാൻ നേരെയുള്ള ആക്രമണം, അല്ലെങ്കിൽ ഇറാൻ ഫലസ്തീനൊക്കെ എന്തിന് ചർച്ച ചെയ്യുന്നു എന്നാണ് രമേശ് പിഷായുടെ അടുത്ത് ചോദിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവാണ്. ഇപ്പം നമ്മുടെ അടുക്കളയിൽ നമുക്ക് ഗ്യാസ് ഇല്ല, ആ കണ്ടീഷനിലേക്ക് എത്തി. അപ്പം നമ്മൾ സംസാരിക്കണ്ടേ? അപ്പോൾ ഞാൻ അതിന് കാരണം ആരാ? അതിന് കാരണം ഈ യുദ്ധം ഉണ്ടാക്കുന്നവന്മാർ, അല്ല വേറെ ആര്? നരേന്ദ്രമോദി അല്ലല്ലോ. നരേന്ദ്രമോദിയാന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അത് നരേന്ദ്രമോദിയാന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെപ്പോഴും
ഈ മറ്റൊന്നിനെ, അതായത് കേരളം, അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഇത് നമ്മുടെ ജീവിതം മറ്റൊന്നിനെ അഖിലേട്ടൻ പറഞ്ഞതിനെ ഞാനൊന്ന് സ്വയം പര്യാപ്തമല്ല, അതിന്റെ പ്രശ്നമാണിത്. നമുക്കൊന്നും ഗ്യാസ് ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലവരും യുദ്ധം ചെയ്താൽ നമുക്ക് എന്താ ഒരു വിഷയമില്ല, നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ കേരളത്തിന് തിന്നാനും കുടിക്കാനും അരി ഉൾപ്പെടെ സകല സാധനങ്ങൾ നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തമിഴൻ നാളെ ഇത് തരത്തില്ല, പച്ചക്കറി തരത്തില്ലെന്ന് പറഞ്ഞ്, പച്ചക്കറി തമിഴൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ചെയ്യും? ആന്ധ്രയും പഞ്ചാബും പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അരി വരത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യും? അപ്പം നമ്മൾ ആയി മാറുക എന്നുള്ളതാണ് പറ്റും. പക്ഷേ മറ്റേത് നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഗ്യാസ് ഇവിടെ ഉണ്ടാക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? ഇപ്പം നമ്മൾ ചായക്കട കയറിയിട്ട് ചേട്ടാ ഒരു ചായ ഇല്ല, എന്താ പറയുക, ഗ്യാസ് ഇല്ല, ഈ നരേന്ദ്രമോദി ഇയാൾ കാരണം വലിയ ശല്യമായില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക. കടക്കാരനെ എന്താ ചീത്ത വിളിക്കാത്ത? നമ്മൾ കടക്കാരൻ പറയുന്ന ന്യായം നമ്മൾ കേൾക്കുന്നു. ആ ന്യായം എന്താ? ഗ്യാസ് വന്നില്ല, ഗ്യാസ് വരാത്തതിൻ്റെ കാരണക്കാരനാരാ? മോഡി ഗ്യാസ് കൊടുക്കാത്തതിൻ്റെ കാരണക്കാരനാരാ? അത് ഇറാനും ഇസ്രായേലും അമേരിക്ക. എന്നാൽ പിന്നെ അവനെ തെറി വിളിച്ചാൽ പോലും. അപ്പോൾ ഈ കാരണങ്ങൾ തേടി നമ്മൾ പോകുന്നില്ല, നമ്മൾ അതിനെ ഈ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തടയാൻ പറ്റത്തില്ല. അമേരിക്ക ഇസ്രായേലും തമ്മിൽ അടി നടന്നാൽ നമുക്ക് തടയാൻ പറ്റൂ? ഇന്ത്യക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ അവന്മാർ കേൾക്കൂ? നമുക്ക് ആകെ ഇന്ത്യ അല്ല, അതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഒരു സംഗതി ഇന്ത്യക്ക് ഇടപെടാമായിരുന്നു. ഇന്ത്യക്ക് നല്ല സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു. കാരണം ഇസ്രായേലിൽ നിന്നും മോദി തിരിച്ച് പറന്നിറങ്ങി പിറ്റേ ദിവസമാണ് ഈ ആക്രമണം നടക്കുന്നത്. അതിനെന്താ? അല്ല, അത്രയും ആത്മബന്ധമുണ്ട് ഇസ്രായേലുമായിട്ട്. അപ്പൊ ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ടും അതുപോലെ തന്നെ ആത്മബന്ധമുള്ളതാണ്. അല്ല, ഈ അടുത്തിട്ടില്ല, ഇന്ന് ഈ ഹോർമുസ് കടലെടുക്ക് 6 രാജ്യങ്ങൾക്കാണ്, അതിലൊന്ന് ഇന്ത്യക്ക് വേണ്ടിയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് ഇറാൻ. അത് സഹോദര രാജ്യം എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പറഞ്ഞത് ഈ ആത്മബന്ധങ്ങളൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നത് നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ സഹായിക്കാൻ ചെയ്യും. ഇപ്പം ഹോർമൂസ് തുറന്നു കൊടുത്തു, നമുക്ക് സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ആത്മബന്ധം ഉണ്ടാകണ്ട. പവർഫുൾ ആയി മാറുമ്പോൾ മാത്രമേ ഇടപെടാൻ പറ്റൂ. വേറൊരു 2 രാജ്യങ്ങളെ പവർഫുൾ അല്ലേ? അങ്ങനല്ല, പവർഫുൾ ആണോ എന്ന് വെച്ചാലാണ്. പക്ഷേ 2 രാജ്യങ്ങളെ, ആണവശക്തികളായ 2 രാജ്യങ്ങൾ ചേർന്ന് ഇറാനുമായിട്ട് നടത്തുന്ന യുദ്ധത്തിൽ നമ്മളെ നാട്ടിലായാലും നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമ്മൾ നോക്കൂ. ഒരാൾ ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ, നമ്മളത് കേൾക്കണമെങ്കിൽ അവനെ നമ്മൾ അംഗീകരിക്കണം. ഒരു നാട്ടിലൊരു SI വന്ന് ഇടപെടുമ്പോൾ അവൻ്റെ അധികാരത്തിലാണ് നമ്മൾ അവനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. SIയെ കുറച്ചുകൂടെ SP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ അതാണ് ഇന്ത്യ. ഇപ്പോൾ SIക്ക് എന്താ പവറില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ ഇന്ത്യക്ക് പവറുണ്ട്. പിന്നെ ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇപ്പോൾ. സാമ്പത്തിക ശക്തി, ചെറിയ രാജ്യമല്ലല്ലോ. ഈ മറ്റു രാജ്യങ്ങൾ 150 കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ. നമ്മൾ അവിടെയാണ് നമ്മളുടെ പവർ എന്ന് പറയുന്നത്. എപ്പോഴും അമേരിക്ക എങ്ങനെ പവറായത്? സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. അല്ലല്ല, അമേരിക്ക ജപ്പാനിൽ കൊണ്ട് അണുബോംബ് വിട്ടതിന് ശേഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് അമേരിക്ക മാറുന്നത്. തൊട്ടാൽ ഇതാണ് നിനക്ക് വരാൻ പോകുന്നതെന്ന് കാണിച്ചു കൊടുത്തത്. ഇനി ഈ ജപ്പാനിലെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ആണല്ലോ ഇവൻ കൊണ്ട് അണുബോംബ് വിട്ടത്. അവിടുത്തെ ഏറ്റവും വലിയ നഗരം ടോക്കിയോ ആണല്ലോ. ജപ്പാനെ തകർക്കുകയല്ല ലക്ഷ്യം. ടോക്കിയോയിലുള്ളവൻ ചിന്തിച്ചോണം അവിടെ അടിക്കും. ഇതാണ് അവസ്ഥ. ഭയം കിട്ടും. അവിടെയാണ് ഒരു രാജ്യം പവർഫുള്ളായി മാറുന്നത്. ആ ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായതുകൊണ്ടും എൻ്റെ രാജ്യം ലോകത്ത് ഏറ്റവും പവർഫുൾ രാജ്യമായി മാറണമെന്ന് ഞാൻ വിചാരിച്ച ഒരു ആവേശത്തിലാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് നമ്മൾ പിന്മാറരുതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനെ കൊണ്ട് അടിയറവ് വെപ്പിച്ച് POK ലോകത്തിന് മുന്നിൽ ഇന്ത്യ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ വേറൊരു ലെവലായി മാറി. പക്ഷേ അല്ല, അവിടെയൊക്കെ വിഷമം വരുന്നറിയാ, ട്രംപ് അവകാശപ്പെടുക. ഞാൻ പറഞ്ഞില്ല, ട്രംപിന് മുമ്പിൽ ഒരു അടിമയായി മോദി മാറുവാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനൊന്നുമല്ല, ആരും ആരുടെ അടിമയൊന്നുമല്ല. പക്ഷേ മോദി അവിടെ നമ്മളവിടെ ചിന്തിക്കണം. എനിക്ക് അവിടെ മോദി മറ്റൊരിടത്ത് ചിന്തിച്ചത് കുറച്ചും കൂടെ വിശാല അർത്ഥത്തിലാണ് മോദി അതിനെ കണ്ടത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് ചെയ്യാം, അതിനുള്ള ശേഷി ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. ഞാനും കുറച്ചും കൂടെ സംയമനത്തോടു കൂടി അത്തരം വിഷയങ്ങളെക്കുറിച്ച്, ശരിയാണ് നമ്മളിപ്പോൾ ഇറാനും അവിടെ അമേരിക്കൻ തമ്മിൽ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു, അവിടെ ബുദ്ധിമുട്ടിലായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോയിരുന്നെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ബാധിച്ചാൽ. മോദി എന്ന് പറയുന്ന മനുഷ്യൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? തൽക്കാലം ഇവിടുത്തെ ഒരു നയതന്ത്രം സ്വീകരിക്കാം. കാര്യം ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവനാണ് അപ്പുറത്ത്. അവനില്ല നമ്മുടെ ഹൈദ്രോസ് കാണിക്കുന്നവനെ കിടന്ന് വേലത്തരം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ലാത്ത ഹൈദ്രോസിനെ അടിക്കാൻ പോകുന്നതിനെക്കാട്ടി നല്ലത് കിരിക്കാരനെ അടിക്കുന്നത്. അപ്പോൾ അവനെ വിട്ടേക്കാം. അപ്പം നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് കുറച്ചും കൂടെ ജനക്ഷേമം, ഇപ്പോഴത്തെ പദ്ധതികളൊക്കെ ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ചിന്തയാകാം ഒരു പക്ഷേ അന്നേരങ്ങൾ. എങ്കിലും ഞാനൊരു വളരെ സിമ്പിളായിട്ട് അഖിലേട്ടനോട് കാര്യം ചോദിക്കട്ടെ. അഖിലേട്ടൻ, നമ്മളൊരു പരമാധികാര രാജ്യമാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ജനാധിപത്യത്തിൽ ഏറ്റവും നമ്പർ 1 രാജ്യമാണ്, സാമ്പത്തിക ശക്തിയിൽ 3ാം സ്ഥാനമാണ്. അമേരിക്കയുടെ അനുവാദം വേണം നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കണമെങ്കിൽ. അല്ല, അതങ്ങനല്ലത്. അതിവിടെ ഞാൻ പറയും, പല യാഥാർത്ഥ്യങ്ങളും അല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്ക് ആരുടെ അനുവാദമൊന്നും വേണ്ട. അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോളറിലാണ് ഇതെല്ലാം വാങ്ങുന്നത്. അപ്പോൾ അമേരിക്കൻ ട്രഷറി
ഇത് കാര്യം ഇന്ത്യ ഇവിടുന്ന് കാശ് കൊണ്ട് കൊടുത്താൽ അവൻ്റെ ഡോളർ കൊടുത്തെങ്കിലല്ലേ ഇത് പറ്റൂ. ഈ റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കരുത് എന്നുള്ളത് അമേരിക്കയുടെ തീരുമാനമാണ്. അതെന്തിനും ഞാൻ ചോദിക്കുന്നത് എന്തിന്? അല്ല, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് അമേരിക്ക പവർഫുൾ ആണ്. നമുക്ക് എടുക്കാതിരിക്കാം. അല്ല ഇന്ത്യക്കല്ല എല്ലാ രാജ്യത്തിനും. അല്ല, അതിനേക്കാൾ ഇന്ത്യ ഒന്നുമല്ലായിരുന്ന സമയത്ത്, അതിനേക്കാൾ വലിയ ശക്തിയായിരുന്ന സമയത്ത്, 7ാം കപ്പൽപ്പട അഴിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്തൊരു നിലപാടുണ്ട്. അങ്ങനെ ഒരു ഉരുക്കമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അയക്കുന്നിടത്താണ് ഞങ്ങൾക്ക് അനുമതി തരണേ, തന്നാൽ ഞങ്ങൾ അയക്കാം എന്നുള്ള ആ കണ്ടീഷനിലേക്കാണ് പോയത്. അല്ലടാ, പരമാധികാര രാജ്യം എന്നുള്ള ഇത് പോവുകയാണ് നമ്മുടെ. ഇല്ല, പോയിട്ടില്ല. നമ്മളെ അങ്ങനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ആത്യന്തികമായിട്ട് വേണ്ട അഭിമാനം അല്ലേ? നമ്മൾ ഇന്ത്യക്കാരും ഒരു അഭിമാന ബോധമുണ്ട്. ഇത് ഇന്ത്യ എന്ന് കേട്ടാൽ തിളക്കണം ചോര, നമുക്ക് ഞരമ്പുകളിൽ നിന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മള്. നിന്റെ 10 ആവേശമുള്ള അക്കാര്യത്തിലൊക്കെ ഞാൻ അതിപ്പോൾ നരേന്ദ്രമോദി എന്നല്ല, ഇന്ത്യയിൽ ഏത് ഭരണാധികാരി എടുത്താലും നമ്മൾ ഇനി അദ്ദേഹത്തിന് തന്നെ രാഷ്ട്രീയ പാർട്ടി ഇരുന്നുകൊണ്ട് ഞാനത് ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഇതിന്റെ സത്യം അതല്ല. സത്യമാണെന്നുണ്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ ഈ ചോദ്യം ഞാനും ചോദിക്കാം. ഞാനും ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. ഇത് സംസാരിച്ചതാണ്. ഇപ്പം നമ്മൾ യൂറോപ്പുമായിട്ട് ട്രേഡ് ഡീൽ ഉണ്ടാക്കി. അമേരിക്ക നമുക്ക്, അതായത് നമ്മൾ പറഞ്ഞു, ഞാൻ മോദിയെ വിമർശിച്ചതിന് ശേഷം എനിക്ക് മോദിയോട് ഭയങ്കര റെസ്പെക്ട് തോന്നിയ മൊമെന്റുകളാണ് പിന്നീട് സംഭവിച്ച പലതും. ഈ ട്രംപ് പലയിടത്തും നടന്ന് പല ഉമ്മാക്കികളും കാണിച്ചു. അവസാനം മോദി ഒരു രീതിയിലും വഴങ്ങിയില്ലല്ലോ. അപ്പോഴാണ് എന്ത് ചെയ്തത്? എന്നാ പിടിച്ചോ 50% താരിഫ്. ഞാൻ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. കിറ്റെക്സിന്റെ ഷെയർ ഉള്ള ഒരാളായിരുന്നു. അമേരിക്ക ഇവിടെ നിന്ന് കിറ്റെക്സിന്റെ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണല്ലോ അമേരിക്ക. ഈ ഡീല് നഷ്ടപ്പെട്ടതോടുകൂടി കിറ്റെക്സ് ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു. ഭയങ്കര കുതിച്ചു കയറിക്കൊണ്ടിരുന്ന ഷെയർ പെട്ടെന്ന് തകർന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഈ അതായത് നമ്മളൊന്ന് ആഗ്രഹിക്കുന്നത്, ദൈവമേ ഈ മോദിക്ക് ഒന്ന് ട്രംപുമായിട്ടൊന്ന് സംസാരിച്ചുകൂടെ? കാരണം ഇത് സംസാരിച്ചായിരുന്നുണ്ടെങ്കിൽ അമേരിക്ക ഈ താരിഫ് ഇത്ര അടിച്ചു കയറ്റി വെക്കത്തില്ല. അപ്പം വഴങ്ങിക്കൊടുക്കാത്ത നരേന്ദ്രമോദിയോടുള്ള ദേഷ്യമായിരുന്നു അയാളുടെ ഈ താരിഫ് കൂട്ടിയതിന്. പിന്നീട് ഇയാൾ താഴേക്ക് വരുന്നത് ഏത് പോയിന്റിലാണ്? ഇന്ത്യ യൂറോപ്പുമായിട്ട് അടുത്ത കരാർ വെച്ചു. ഇന്ത്യ അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകണം. ഇവൻ്റെ ഈ അമേരിക്കയുടെ, അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടാണോ ഇന്ത്യ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് ചിന്തിച്ച ഞാൻ, ഇയാൾക്ക് ഈ ട്രംപിന് ഭ്രാന്താണെന്നും ഇയാൾ ഇന്ന് പറയുന്നില്ല നാളെ പറയുന്നതെന്നുള്ള ചിന്ത ഇയാൾ ഇങ്ങനെ ഓരോ ദിവസവും അവിടെ ഇവിടെ നടന്ന് അമേരിക്കൻ പ്രസിഡന്റ് യാതൊരു ക്വാളിറ്റിയും പുള്ളി കീപ്പ് ചെയ്യുന്നില്ലല്ലോ. അപ്പം മനസ്സിലായി ഇയാളെ നമ്മൾ വിലക്കെടുക്കണ്ട. അവിടെ നമുക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വിശ്വസിക്കാം. ആദ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, അമേരിക്കൻ പ്രൈം മിനിസ്റ്റർ ചുമ്മാ അല്ല, പ്രസിഡന്റ് ചുമ്മാ ഇങ്ങനെ പറയൂ. പിന്നെ മനസ്സിലായി ഇയാൾ ചുമ്മാ ഇങ്ങനെ വായി തോന്നുന്നു പറയും. ഇയാൾക്ക് ഭ്രാന്താ. 10ന്റെ വെളിവില്ല. രാവിലെ എണീച്ച് 4 കഞ്ചാവും വലിച്ചു കഴിഞ്ഞാൽ പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനായി പോയെന്നേ. കോവിഡൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി മാസ്ക് ഒക്കെ എടുത്ത് കളഞ്ഞിട്ടായ ബഹുമാനെ മൊത്തം. അപ്പൊ അയാളെ നമ്മൾ നമ്പണ്ടാവും. പക്ഷെ അയാൾ താഴെ വന്നതുകൊണ്ടാണ് ഈ 25% 18% മാറ്റുന്നത്. ആ തീരുമാനം ഈ ട്രംപ് മോദിയെ വിളിച്ച് അറിയിച്ച ഒരു മൊമെന്റ് വന്നില്ലേ, പിറ്റേ ദിവസം മാർക്കറ്റ് 1000 പോയിന്റ് പ്ലസ്സാ. ഞാനത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓപ്ഷൻസിൽ ഹെഡ്ജ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരു സുഹൃത്ത് 2 ലക്ഷം രൂപയ്ക്ക് മേടിച്ചത് പിറ്റേന്ന് 70 ലക്ഷം രൂപയായി. അത് ഹെഡ്ജിങ്ങിനൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ടെക്നിക്കൽ ടേംസ് ചിലപ്പോൾ നിനക്ക് മനസ്സിലാവത്തില്ല. അവൻ ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സെല്ല് ചെയ്യുന്നതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി കോൾ ഇങ്ങനെ ബൈ ചെയ്ത് വെക്കും. പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ കോൾ ബൈ ചെയ്ത് വെക്കും. ആ ബൈ ചെയ്തത് ഇതായി മാറി. അപ്പോൾ ഇത് ഹ്യൂജ് പ്രോഫിറ്റ് ആയി. പിന്നെ അവനൊന്ന് മാർക്കറ്റ് വെയിറ്റ് ചെയ്താൽ മതി, അവന് മറ്റേ നഷ്ടം ലോസ് നികന്നു വരും. അപ്പോൾ ഇത് നമ്മൾ കൺമുന്നിൽ കണ്ടൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ റഷ്യയിൽ നിന്ന് നമ്മൾ യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ ട്രഷറിയിൽ നിന്ന് ഒരു കത്ത് കിട്ടി, ഇന്ത്യക്ക് കുഴപ്പമില്ല എണ്ണ വാങ്ങാൻ. ഇത് പ്രശ്നം ഇവിടെ നിന്ന് 10 ലക്ഷം രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്ക എണ്ണ തരത്തില്ല. ഇതിനെ ഡോളറാക്കി കൺവേർട്ട് ചെയ്യണം. ഡോളർ ആക്കണമെങ്കിൽ US ട്രഷറിയുടെ പെർമിഷൻ വേണം. ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന പൈസ US ട്രഷറി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള പെർമിഷനാണ് ആക്ച്വലി ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കൊടുത്തത്. അപ്പൊ അത് US ട്രഷറിയിൽ നിന്നാണ് വന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത്. അന്നത്തെ മാധ്യമങ്ങളിൽ തന്നെ വാർത്ത ശ്രദ്ധിച്ചില്ല. US ട്രഷറിയിൽ നിന്നല്ലേ വന്നത്. എന്തിനാണ് ട്രഷറി കയറി ഇടപെടുന്നത്? അല്ല, യുഎസിന്റെ അനുമതി എന്നുള്ള രീതിയിലാണ് വന്നത്. യുഎസിന്റെ ട്രഷറിയാ. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് യുഎസിന്റെ അനുമതി. പിന്നീട് ചില ചാനലുകളിൽ പിന്നെ കാര്യം ഇവർക്ക് 10 കള്ളം പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്കൊരു സത്യം എഴുതി കാണിക്കണമല്ലോ. 10 കള്ളം പ്രചരിക്കപ്പെട്ടോളൂ. ഈ സത്യം പിന്നീട് ആരും ചോദിച്ചു, ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ചാനലുകാരുടെ കാണിക്കും, ഒരു സത്യം പറയും ഇതിന്റെ ഇടയ്ക്കൂടെ. പക്ഷേ കള്ളം പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമേ ഇതിന്റെ ഇടയ്ക്കൂടെ സത്യം പറയും. ഞാനിത് രണ്ടും കണ്ടു. യുഎസിന്റെ ട്രഷറി അനുമതി കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡോളർ കൺവേർഷന് അവന്റെ പെർമിഷൻ വേണം. അത് ലോകത്തിന് ഇതിപ്പോൾ നമ്മൾ ഡോളറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പം ഞാൻ ഇരുന്നിട്ട് ഇത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല. രൂപ കൊണ്ട് കൊടുത്താൽ ദുബായിൽ എടുക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റൊരാളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ പവർഫുള്ളാണ്. അപ്പോൾ അമേരിക്ക എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അവനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ.
ഇവൻ ആ ലെവലിൽ വളർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ അവനെ തോൽപ്പിക്കാൻ. ചൈന 89 വരെ GDP-യിൽ ഒന്നും അല്ലാതിരുന്ന ചൈന ആ 30 വർഷം കൊണ്ടാണ് ഈ ലെവലിലേക്ക് വളർന്നു വന്നതെന്നും അതിനവൻ എന്താ ചെയ്തതെന്നും അവനെ പഠിച്ചിട്ട് വേണം അവൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കാൻ. അല്ലാതെ ചൈന ഇരുന്നൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് അങ്ങനെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് കാര്യമുണ്ട്. നമ്മൾ ആരെയും ആക്ഷേപിച്ചിട്ടൊന്നും കാര്യമില്ല. എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ എതിരാളിയുടെ ദൗർബല്യം തിരിച്ചറിയണം, അവനെക്കാട്ടി മിടുക്കനാവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മേടി വരും. പിന്നെ നമ്മളിവിടെ ഇപ്പം ജർമ്മനി വളരെ ചെറിയ രാജ്യമാണ് വലിപ്പം കൊണ്ട് നോക്കും, ഇന്ത്യ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. ജനസംഖ്യ വെച്ചാലും ഫ്രാൻസ്, ഇറ്റലി, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്. ജനസംഖ്യ വെച്ചും ഇതെല്ലാം ചെറുതാ, വളരെ ചെറിയ രാജ്യങ്ങൾ, വളരെ കുറച്ച് ജനസംഖ്യ. പക്ഷേ ഇവൻ്റെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ഇവനിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെട്ടു. ഇപ്പോൾ റഷ്യയുടെ ടെക്നോളജി ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ആയുധരംഗത്ത് ഈ ടെക്നോളജി, അതാണ് ഞാൻ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി വന്നതിന് ശേഷം പലതും നമ്മളിവിടെ ഉപയോഗിച്ചു. ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിന് ശേഷം നമ്മുടെ പല മിസൈലുകളും നമ്മുടെ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ തന്നെ പല ആൾക്കാർക്ക് നമ്മൾ വിറ്റു. ഇത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന കച്ചവടമാണ്, ആയുധ കച്ചവടം എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ആത്യന്തികമായിട്ട് ഇതൊക്കെ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് എന്താ ആവശ്യം?